രാജ്യത്ത് വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്ന കട്ടിംഗ് സൗത്ത് പരിപാടിയുമായി ബന്ധപ്പെട്ട് ജനം ടിവിക്കെതിരെ നൽകിയ കേസ് ഡൽഹി ഹൈക്കോടതി തള്ളി. മാധ്യമപ്രവർത്തക ധന്യ രാജേന്ദ്രൻ നൽകിയ കേസാണ് കോടതി തള്ളിയത്. കട്ടിംഗ് സൗത്ത് ക്യാമ്പയിനിൽ ധന്യ ഉൾപ്പെടെയുള്ളവരുടെ ബന്ധം വ്യക്തമാക്കുന്നതായിരുന്നു ജനം ടിവി വാർത്ത. ധന്യ നൽകിയ മാനനഷ്ട കേസ് നിലനിൽക്കില്ലെന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി എസ് ശ്രീകാന്തും ഗൗതം അനന്തനാരായണനും ചേരുന്നു. ആദ്യം ശ്രീകാന്തിലേക്ക്. ശ്രീകാന്ത്, രാജ്യത്ത് വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്ന കട്ടിംഗ് സൗത്ത് പരിപാടിയുമായി ബന്ധപ്പെട്ട് ജനം ടിവിക്കെതിരെ നൽകിയ കേസാണല്ലോ ഡൽഹി ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് കോടതി ഈ നിലപാടിലേക്ക് എത്തിയത്? എന്തെല്ലാം കാര്യങ്ങളാണ് കേസ് തള്ളിക്കൊണ്ട് ഹൈക്കോടതി വ്യക്തമാക്കിയത്? രോഹിണി, ധന്യ രാജേന്ദ്രന് ഇപ്പോൾ സമാധാനമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. കാരണം ഡൽഹി ഹൈക്കോടതിയിൽ ജനം ടിവിയെ ഒരു പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞാണ് ഈ ധന്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഈ ഓൺലൈൻ, ഒരു ലോക്കൽ ഓൺലൈനാണ്, ഈ എഴുതുന്നത് ഇംഗ്ലീഷിലായതുകൊണ്ട് അവരത് അന്താരാഷ്ട്ര ഓൺലൈൻ എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്നതാണ്. ന്യൂസ് മിനിറ്റ് എന്നാണ് അതിൻ്റെ പേര്. അതായത് ഈ രാജ്യത്ത് ഏതൊക്കെ തരത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകളെ വ്യാജ വാർത്തകളിലൂടെ ആക്രമിക്കാമോ ആ രീതിയിലെല്ലാം വ്യാജ വാർത്തകളിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകളെ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ രീതി. നരേന്ദ്രമോദി സർക്കാരിനെ സർക്കാർ തെരഞ്ഞെടുക്കപ്പെട്ട കാലം മുതൽ ഒരു പക്ഷേ ഈ രീതിയിൽ ആക്രമിച്ചിട്ടുള്ള നിരവധി മാധ്യമപ്രവർത്തകരുണ്ട്. അതിൽ ഏറ്റവും പ്രമുഖ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരാൾ കൂടിയാണ് ഈ ധന്യ രാജേന്ദ്രൻ. ഒരു ലോക്കൽ ഓൺലൈനാണ് ഇവർ നടത്തുന്നത്. ന്യൂസ് മിനിറ്റ് എന്നാണ് ധന്യ രാജേന്ദ്രന്റെ ഈ ലോക്കൽ സംഗതിയുടെ പേര്. ഇംഗ്ലീഷിൽ എഴുതാനുള്ള കപ്പാസിറ്റി കൊണ്ടും മറ്റ് ചില ആളുകൾ ഇംഗ്ലീഷിൽ അതിൽ എഴുതുന്നു എന്നുള്ളത് കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ട ഒരിതാണ്. ഈ ന്യൂസ് മിനിറ്റിന്റെയും ധന്യ രാജേന്ദ്രന്റെയും ഒക്കെ നേതൃത്വത്തിൽ 2023 മാർച്ചിൽ കൊച്ചിയിൽ വെച്ച് ഒരു പരിപാടി നടന്നു. അതിനിട്ട പേരാണ് കട്ടിംഗ് സൗത്ത് എന്നുള്ളത്. ഈ കട്ടിംഗ് എഡ്ജ് എന്നൊക്കെ പറയുന്നത് പോലെ, കട്ടിംഗ് ചായ് എന്ന് മുംബൈയിൽ പറയുന്നത് പോലെ ഞങ്ങൾ അങ്ങനെ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ എന്നാണ് ഇവർ ഡൽഹി ഹൈക്കോടതിയിലടക്കം പറയുകയുണ്ടായത്. പക്ഷേ ഇന്ത്യയുടെ ഭൂപടത്തെ ഇവർ വികലമാക്കി എന്താണ് ഇവരുടെ യഥാർത്ഥ ഉള്ളിലിരിപ്പ് എന്നവർ വ്യക്തമാക്കിയിരുന്നു. അതായത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മുഖ്യധാര ഇന്ത്യയിൽ നിന്നും വെട്ടിമാറ്റി ഒരു ഭൂപടം, അത് നമുക്ക് കണ്ടാൽ തന്നെ കൃത്യമായി മനസ്സിലാവും അങ്ങനെ അവർ ഉദ്ദേശിച്ചത് അവരുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന്. അങ്ങനെ ആ വലിയ ഭൂപടത്തെ സൗത്ത് ഇന്ത്യ എന്നൊരു ലേബലിൽ അതിൽ നിന്നും അടർത്തി മാറ്റി അതിനിട്ട പേരാണ് കട്ടിംഗ് സൗത്ത്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതിൻ്റെ സ്പോൺസേഴ്സിനെ കുറിച്ചൊക്കെ ആ സമയത്ത് തന്നെ സംശയങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോഴിതാ ഡൽഹി ഹൈക്കോടതി ജനം ടിവിക്കും ജന്മഭൂമി ദിനപത്രത്തിനുമെതിരെ 2 കോടി രൂപ മാനനഷ്ടം കേസ്, ഇവർ നൽകിയ മാനനഷ്ട കേസാണ്, അത് തള്ളിയിരിക്കുന്നു. എന്തായാലും ധന്യ രാജേന്ദ്രന് 2 കോടി രൂപ കിട്ടും എന്നുള്ള പ്രതീക്ഷ തൽക്കാലം മാറ്റിവെക്കാം. ഈ വിഘടനവാദ പ്രവർത്തനം കട്ടിംഗ് സൗത്ത് എന്ന ധന്യ രാജേന്ദ്ര നിങ്ങൾ പേരിട്ടപ്പോൾ ഈ ഇന്ത്യയുടെ മുഖ്യധാരാ ഭൂപടത്തിൽ നിന്നും സൗത്ത് ഇന്ത്യയെ നിങ്ങൾ വെട്ടിമാറ്റിക്കൊണ്ട് കട്ടിംഗ് സൗത്ത് എന്ന് പേരിട്ടപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ടതാണ് നിങ്ങളുടെ ഉള്ളിലിരിപ്പ്. അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ ജനം ടിവിക്കും ജന്മഭൂമി ദിനപത്രത്തിനും സാധിച്ചിരിക്കുന്നു. ഈ പ്രസ്തുത അന്യായം ഡൽഹി ഹൈക്കോടതിയിൽ നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി ധന്യ രാജേന്ദ്രൻ എന്ന ലോക്കൽ ഓൺലൈൻ മാധ്യമപ്രവർത്തകയുടെ ഹർജി തള്ളിയിരിക്കുന്നത്. ധന്യ രാജേന്ദ്രന് തൽക്കാലം ഈ ഹർജിയുമായി ഇനി മറ്റേതെങ്കിലും കോടതിയിലേക്ക് പോകാം. ഈ നിയമ പോരാട്ടം എന്തായാലും അവർക്ക് അവസാനിപ്പിക്കാറായിട്ടില്ല. സുപ്രീം കോടതിയിലേക്ക് പോകാം, അല്ലെങ്കിൽ ഈ ഭാഷാ സംബന്ധമായ പ്രശ്നം കൂടി ഇതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഡൽഹി ഹൈക്കോടതി. കാരണം ഇത് മലയാളം ഭാഷയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അത് ഡൽഹി ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നതല്ല, അത് മലയാളം വാർത്താ ചാനലും ദിനപത്രവുമാണ് എന്ന് ചൂണ്ടിക്കാട്ടി വേണമെങ്കിൽ കേരള ഹൈക്കോടതിയിലേക്ക് ഈ ധന്യ രാജേന്ദ്രന് പോകാം, അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകാം. ധന്യ രാജേന്ദ്രന് കട്ടിംഗ് സൗത്ത് പോലെ ഒരു പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്യാൻ കെൽപ്പുള്ള ധന്യ രാജേന്ദ്രന് ഈ പരിപാടികളൊക്കെ ഇനി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട മനസ്സിലാക്കാൻ, പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷേ തൽക്കാലം ഇന്നത്തേക്കുള്ളത് ഡൽഹി ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. കേസ് തോറ്റു, അവരുടെ ഹർജി തള്ളി. നാണം കെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും ധന്യ രാജേന്ദ്രൻ എന്ന ലോക്കൽ ഓൺലൈൻ മാധ്യമപ്രവർത്തക, ന്യൂസ് മിനിറ്റ് എന്ന് പറയുന്ന സർക്കാർ വിരുദ്ധ അല്ലെങ്കിൽ ഭരണകൂടത്തിന് എതിരായി മാത്രം വാർത്ത പുറപ്പെടുവിക്കുന്ന പുറത്തു നിന്നുള്ള ഫണ്ടിങ്ങോടുകൂടി പ്രവർത്തിക്കുന്ന ന്യൂസ് മിനിറ്റ് എന്ന് പറയുന്ന പക്കാ ലോക്കൽ ഓൺലൈൻ
തോറ്റ് തറ പറ്റിയിരിക്കുന്നു. ജനം ടി വിക്ക് മുന്നിൽ, ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന മാധ്യമത്തിന് മുന്നിൽ തോറ്റ തറ പറ്റിയിരിക്കുന്നു. ധന്യ രാജേന്ദ്ര, നിങ്ങൾ ആ ഭാരതത്തിന്റെ ഭൂപടത്തിൽ നിന്നും തെക്കേ ഇന്ത്യയെ വെട്ടിമാറ്റി കട്ടിംഗ് സൗത്ത് എന്ന് പേരിട്ടപ്പോഴേ ഞങ്ങൾക്കറിയാമായിരുന്നു നിങ്ങളുടെ ഉള്ളിലിരിപ്പ് അത്ര നല്ലതല്ലെന്ന്, നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. അതിന് ധന്യ രാജേന്ദ്രൻ കൊടുത്ത ഒരു വിശദീകരണമാണ് രസകരം. ഈ മുംബൈയിലൊക്കെ കട്ടിംഗ് ചായ് എന്ന് പറയുമത്രേ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത് എന്ന്. കട്ടിംഗ് എഡ്ജ് എന്നും പറയും, അതുകൂടി ഞങ്ങൾ ഉദ്ദേശിച്ചു എന്നാണ് ഈ ധന്യ രാജേന്ദ്രൻ പറയുകയുണ്ടായത്. എന്തായാലും തോറ്റ ധന്യ രാജേന്ദ്രന് മുന്നോട്ടുള്ള കേസ് നടത്തുന്നതിന് എല്ലാ ആശംസകളും. ജനം ടി വി എന്തായാലും നിങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട്. ഒരു തരത്തിലുള്ള വിഘടന പ്രവർത്തനങ്ങളും വിഘടനവാദ പ്രവർത്തനങ്ങളും ഈ രാജ്യത്ത്, ഈ ഭാരതത്തിന്റെ മണ്ണിൽ അനുവദിക്കാൻ ജനം ടി വി ഉള്ളപ്പോൾ നടക്കില്ല എന്ന മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. ശരി ശ്രീകാന്ത്.